നമസ്കാരം. കാത്തിരുന്ന CPM സംസ്ഥാന സെക്രട്ടറി യോഗം അവസാനിച്ചു. അതിന് തീരുമാനം ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് പോലെ അവസാനിച്ചു. LDF കൺവീനർ EP ജയരാജൻ തെരഞ്ഞെടുപ്പ് ദിവസം നടത്തിയ പത്രപ്രസ്താവനയുമായി ബന്ധപ്പെട്ട കാര്യം സംസ്ഥാന സെക്രട്ടറിയിൽ പരിശോധിച്ചെന്നും അത് പാർട്ടിക്ക് ദോഷം ചെയ്യില്ലെന്നും സെക്രട്ടേറിയറ്റിൽ തീരുമാനമായി. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണ് ഇക്കാര്യം അറിയിച്ചത്. ഏതോ വലിയ നടപടിയൊക്കെ ഉണ്ടാകുമെന്നുള്ള റിപ്പോർട്ടുകൾ വെറും പുകയായി മാറി. തത്വമയി ന്യൂസ് ഇക്കാര്യം നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. തെരഞ്ഞെടുപ്പ് അവലോകനമാണ് മുഖ്യ അജണ്ടയെങ്കിലും BJPയിൽ ചേരാൻ ശ്രമിച്ചുവെന്ന ആരോപണം നേരിടുന്ന EP ജയരാജനെതിരെ എടുക്കേണ്ട നടപടികൾ യോഗത്തിൽ ചർച്ചയാകുമെന്നും കൂടുതൽ കടുത്ത നടപടികൾ ഉണ്ടാകില്ലെന്നും തത്വമയി നേരത്തെ തന്നെ റിപ്പോർട്ട് നൽകിയിരുന്നു. BJP ദേശീയ നേതാവും സംസ്ഥാന പ്രഭാരിയുമായ പ്രകാശ് ജാവദേക്കറുമായി നടത്തിയ കൂടിക്കാഴ്ച തെരഞ്ഞെടുപ്പ് ദിനത്തിൽ EP സമ്മതിച്ചിരുന്നു. എന്നാൽ കൂടിക്കാഴ്ചയിൽ രാഷ്ട്രീയം ചർച്ചയായില്ല എന്നാണ് EPയുടെ വാദം. BJP നേതാവിനെ ഏതാണ്ട് ഒരു വർഷം മുൻപ് നേരിൽ കണ്ടതുമായി ബന്ധപ്പെട്ട കാര്യം അദ്ദേഹം തന്നെ വിശദീകരിച്ചിരുന്നതാണ്. അങ്ങനെ കാണുകയോ സംസാരിക്കുകയോ ചെയ്യുമ്പോൾ അവസാനിച്ചു പോകുന്ന ഒരു പ്രത്യയശാസ്ത്ര കരുത്തല്ല തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിനുള്ളതെന്നാണ് MV ഗോവിന്ദൻ വിശദീകരിച്ചത്. വാർത്തകൾ പ്രചരിപ്പിക്കുന്നതിൽ ആസൂത്രിതമായ ചില നീക്കങ്ങൾ നടന്നതായും കമ്മ്യൂണിസ്റ്റ് വിരോധമാണ് ജയരാജനുമായി ബന്ധപ്പെട്ട ഈ വിവാദത്തിന് പിന്നിലെന്നും ഗോവിന്ദൻ കുറ്റപ്പെടുത്തുന്നു. ഇത്തരം തെറ്റായ നിലപാടുകളെയും സമീപനങ്ങളെയും ഫലപ്രദമായി പ്രതിരോധിക്കുന്നതിന് നിയമപരമായ മാർഗങ്ങൾ സ്വീകരിക്കേണ്ടി വരും. അങ്ങനെ സ്വീകരിക്കുന്നതിന് ജയരാജനെ പാർട്ടി ചുമതലപ്പെടുത്തി. അതേസമയം ദല്ലാൽ നന്ദകുമാറിനെ പോലുള്ളവരുമായുള്ള ബന്ധം അവസാനിപ്പിക്കുക തന്നെ വേണമെന്നാണ് സെക്രട്ടേറിയറ്റിൻ്റെ നിലപാട്. നന്ദകുമാറുമായുള്ള ബന്ധം ഉൾപ്പെടെയുള്ള എല്ലാ ബന്ധങ്ങളും നേരത്തെ തന്നെ അവസാനിപ്പിച്ചിട്ടുണ്ടെന്ന് ജയരാജൻ വ്യക്തമാക്കി. അതിനാൽ ഇനിയും മാധ്യമങ്ങൾ കരുതിയിരിക്കുക. പലരും പലതും പറയും. അതെല്ലാം മാധ്യമത്തിലൂടെ പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിയുടെ പ്രത്യയശാസ്ത്ര കരുത്തിൽ നേരിടും. നിങ്ങൾക്കറിയില്ല ഈ പാർട്ടിയെ.